ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 5 മണിയാണ് കേട്ടോ. ഇപ്പോഴും വെളിയിലെല്ലാം നല്ല ഇരുട്ടാണ്. അങ്ങനെ ഞാൻ ഫ്രഷായിട്ടൊക്കെ വന്നു. ഞാൻ ഫ്രഷായി ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും അമ്മ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻതീര കേട്ടോ, മത്തിപ്പീര. ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്ക് കൊണ്ടുവരാനുള്ള ചോറ് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛനാട്ടോ എന്നെ സ്റ്റോപ്പ് വരെ കൊണ്ടുവിടുന്നു. എന്നെ സ്റ്റോപ്പ് വിട്ടിട്ട് അച്ഛൻ തിരിച്ചു പോയി. ഇപ്പം സമയം 6:30 കഴിഞ്ഞതേ ഉള്ളൂ. നേരെയൊക്കെ ശരിക്കും വെളുത്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ബസ് വന്നു. എനിക്ക് ഇവിടെ നേരിട്ടുള്ള ബസ്സാക്കാം. എനിക്ക് പോവേണ്ടത് ചങ്ങനാശ്ശേരിയിലാട്ടോ. ചങ്ങനാശ്ശേരിയിൽ കുരിശുംമൂടില്ല. അവിടെയാണ് എൻ്റെ കോളേജ് ഉള്ളത്. അങ്ങനെ കുരിശുംമൂട് ഞാൻ അവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 5-6 മിനിറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കോളേജിലോട്ട് നടക്കാൻ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്നുള്ളത്. ഞാൻ പഠിക്കുന്ന കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ. എൻ്റെ കോളേജിൻ്റെ പേരാട്ടോ സെൻറ് തോമസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. വരുന്ന കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ പോറ്റി കയറി. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തോട്ട് ഞങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫോൺ ഇങ്ങനെ ചേഞ്ചിങ് റൂം വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. 8 തൊട്ട് 1 മണി വരെ ആയിട്ട് ഞങ്ങൾക്ക് OT-യിൽ ഡ്യൂട്ടി ഉള്ളത്. ഇതാട്ടോ എൻ്റെ കോളേജ്. ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വർത്താനം പറഞ്ഞു അങ്ങനെയൊക്കെ ഇരുന്നു. ഞങ്ങൾക്ക് 2 തൊട്ട് 4 മണി വരെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഫോൺ കൊണ്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരും. അങ്ങനെ ഇപ്പം 4 മണി കേട്ടോ. ഞങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുരിശുമൂടിലോട്ട് നടന്ന് ഇങ്ങനെ എനിക്ക് പൊൻകുന്നത്തിലുള്ള ബസ് കിട്ടി കേട്ടോ. ഇത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ പൊൻകുന്നം വന്നു. ഈ പൊൻകുന്നത്തു നിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള അടുത്ത ബസ്സിൽ കയറി. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടുന്ന് എനിക്ക് വീട്ടിലേക്ക് നടന്നു പോകണം കേട്ടോ. അച്ഛൻ എന്നെ വിളിക്കാൻ വരത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് പോയി ഫ്രഷായിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ രാവിലെ കഴിച്ച ഫുഡ് തന്നെയാട്ടോ കഴിക്കുന്നത്. കപ്പയും മീനും സ്പെഷ്യലായിട്ട് മീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കിന് ട്യൂഷൻ വിട്ടു. അങ്ങനെ അതിനെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് പഠിക്കാനുള്ളത് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇന്നത്തേക്കിന് അച്ഛൻ വന്നപ്പോൾ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കിന് എനിക്ക് കിടക്കാനുള്ള സമയമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.